നമുക്കറിയാം ഈ ഓണക്കാലത്തോടനുബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ ആഘോഷങ്ങൾ നടക്കുന്നത്. അതിൽ ആഘോഷങ്ങൾക്കെല്ലാം മുഖ്യ സ്ഥാനം വഹിക്കുന്നത് മദ്യമായിരിക്കും. നമുക്കറിയാം സംസ്ഥാന സർക്കാർ പോലും ഓണം കഴിഞ്ഞതിന് ശേഷം ആദ്യം പുറത്തുവിടുന്ന കണക്ക് ഓണത്തിന് റെക്കോർഡ് മദ്യവിൽപ്പന എന്നതായിരിക്കും. എന്നാലും അതൊക്കെ കടന്നു കഴിഞ്ഞ് ഇപ്പോൾ വലിയ ലഹരിയിലേക്കാണ് നമ്മുടെ കുട്ടികളും അല്ലെങ്കിൽ ഈ ആഘോഷ പരിപാടികളിലൊക്കെ ഇടം പിടിച്ചിരിക്കുന്നത്. ഇത് വലിയ ദോഷകരമായിട്ടുള്ള കാര്യമാണെന്ന് നമുക്കറിയാം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഒരു പടി കൂടി കടന്നുകൊണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ശക്തമാക്കിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇത്തവണത്തെ പരിശോധന. പ്രത്യേകിച്ച് ഓണാഘോഷ കോളേജുകൾ, സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ഓണാഘോഷങ്ങൾ, ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള ഓണാഘോഷങ്ങൾ, ഇവിടെയെല്ലാം വലിയ രീതിയിൽ ലഹരി ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത കണക്കാക്കിക്കൊണ്ട് വലിയ ശക്തമായിട്ടുള്ള പരിശോധന തന്നെയാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. പ്രത്യേകിച്ച് പോലീസും എക്സൈസും സംയുക്തമായിട്ടാണ് ഈ പരിശോധന നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. ഇതിൽ പരിശോധന ഏറ്റവും കൂടുതൽ ഈ സമയത്ത് ഈ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ കേരളത്തിലേക്ക് ബസ്സുകളും ട്രെയിനുകളിലൊക്കെ ആളുകൾ കൂടുതലായി എത്തുന്ന സമയമാണ്. അപ്പോൾ അവരിൽ നിന്നൊക്കെ ഇത് ഒരു കാരിയറായി അല്ലെങ്കിൽ കേരളത്തിലേക്ക് ലഹരി എത്തിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സമയമായിട്ടാണ് ഈ ലഹരി കടത്തുകാർ അതിനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിലുള്ള പരിശോധന, അന്തർ സംസ്ഥാന ബസ്സുകൾ, ട്രെയിനുകൾ, ഇതെല്ലാം കേന്ദ്രീകരിച്ച് ശക്തമായിട്ടൊരു പരിശോധനയിലേക്കാണ് പോലീസ് കടക്കുന്നത്. റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, ഒഴിഞ്ഞ ഇടങ്ങൾ, അതോടൊപ്പം തന്നെ ബസ് സ്റ്റോപ്പുകൾ, ആളുകൾ കൂടി നിൽക്കുന്ന ഇടങ്ങൾ, ഇവിടെ എല്ലാം തന്നെ പോലീസ് കൃത്യമായിട്ടുള്ള ഒരു പരിശോധന, മഫ്തിയിലടക്കം പരിശോധന നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. രാത്രികാലങ്ങളിലുള്ള പരിശോധനയും ശക്തമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് ഈ സമയങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു പതിവ് കാഴ്ചയാണ്. ആഘോഷ പരിപാടികളെല്ലാം കഴിഞ്ഞുകൊണ്ട് വാഹനം ഓടിച്ച് നിരത്തിലൂടെ അപകടകരമായിട്ടുള്ള രീതിയിലേക്കൊക്കെ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ ലഹരി കടത്തുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ വാഹനങ്ങൾ, സ്വകാര്യ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് പോലീസ് ശക്തമായിട്ടുള്ള ഒരു പരിശോധനയിലേക്ക് കടന്നിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് ലഹരി പിടികൂടുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പോലീസും എക്സൈസും ഈ ഓണക്കാലത്ത് കുറച്ചുകൂടി ശ്രദ്ധ അതിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. പിന്നീട് അന്യസംസ്ഥാന തൊഴിലാളികൾ, ഈ പെരുമ്പാവൂർ അടക്കമുള്ള ഇടങ്ങൾ, കൊച്ചിയിൽ പ്രത്യേകിച്ച് വരുമ്പോൾ പെരുമ്പാവൂരിലാണ് ഇതിന്റെ വലിയൊരു കേന്ദ്രമായി മാറിയിരിക്കുന്നത്. അവർ നാട്ടിൽ നിന്നൊക്കെ കേരളത്തിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ഇതൊക്കെ കേരളത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് പ്രത്യേകിച്ച് കേരളത്തിലേക്ക് എത്തുമ്പോഴുള്ള ഇത് കടത്താനുള്ള ഒരു സാധ്യത കൂടുതലായതിനാൽ അന്യസംസ്ഥാന തൊഴിലാളികളെയുമൊക്കെ പോലീസ് കൃത്യമായി പരിശോധിച്ചു വരുന്നുണ്ട്, നിരീക്ഷിച്ചു വരുന്നുണ്ട്. എന്തായാലും ഓണം അവസാനിക്കുന്നത് വരെ ശക്തമായിട്ടുള്ള ഒരു പരിശോധന തന്നെയാണ് രാവും പകലുമായി പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടക്കുന്നത്. ശരി, നവമി ദിനേശാണ് നമ്മളോടൊപ്പം ചേർന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.